വളരുമ്പോൾ ലൈഫ് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ബട്ട് ഓണസ്റ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് ലൈഫ് അല്ല, നമ്മളാണ്. വൺസ് upon a ടൈം ലൈഫ് വാസ് സോ ഹാപ്പി അല്ലേ? ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് നമുക്ക് ആ സമയത്ത് വലിയ റീസൺസിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോയാലോ, പുറത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ഓടിച്ചെന്ന് നനഞ്ഞാലോ, നമ്മുടെ ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്താലോ, നമുക്ക് ആ ദിവസം ഒരു ഫുൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും അല്ലേ? ആ സമയത്ത് നമുക്ക് ഒരു സ്പെഷ്യൽ പ്ലാനോ ഒന്നും വേണ്ടായിരുന്നു നമുക്ക് ലൈഫായി എൻജോയ് ചെയ്യാനായിട്ട്. ബട്ട് നമ്മൾ വളരുമ്പോൾ സ്ലോലി അതൊക്കെ മാറി തുടങ്ങും. നമുക്ക് കൂടുതൽ ഓവർ തിങ്കിങ് വരും. നമ്മുടെ ലൈഫിനെ കുറിച്ച് കൂടുതൽ എക്സ്പെക്ടേഷൻസ് കൂടും. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻസും കൂടും. ആ സമയത്ത് നമ്മൾ നമ്മുടെ പ്രസന്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് മറക്കും. നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്ലാൻ, വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഗോൾ എന്നായിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് അച്ചീവ് ചെയ്താൽ നമ്മൾ ഹാപ്പിയാകും. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി പോസ്റ്റ്പോൺ ചെയ്യാണ്. ബട്ട് ടു ബി ഓണസ്റ്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് പെർഫെക്റ്റ് ആകും എന്ന് കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഇല്ലേ, അത് ഒരിക്കലും ലൈഫിൽ വരില്ല. ബിക്കോസ് ലൈഫ് ഇസ് ഓൾവേസ് മൂവിങ്. നമ്മുടെ പ്ലാൻസ് മാറും, നമ്മുടെ പ്രയോറിറ്റീസ് മാറും, നമ്മുടെ എക്സ്പെക്ടേഷൻസും ഗോൾസും എല്ലാം മാറും. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് പ്രസന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ലൈഫ് ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കണം. ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകാനോ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ നോക്കണം. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ് ഇല്ലേ, അത് മാറ്റി വെക്കാതെ നമ്മൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കണം. ബിക്കോസ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ലൈഫ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ലൈഫിൽ എത്ര ബിസി ആയിരുന്നു എന്നതിലല്ല, നമ്മൾ ലൈഫിൽ എത്ര മൊമെന്റ്സ് ട്രൂലി എൻജോയ് ചെയ്തിരുന്നു എന്നതിലാണ്. ദാറ്റ് മേക്സ് ദ ലൈഫ് മീനിങ്ഫുൾ. താങ്ക് യു.